വീട് വെക്കാൻ പോകുന്നതാണോ നിങ്ങൾ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെ പരിഹരിക്കാം? ക്രാക്കുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന് മേജർ ക്രാക്കുകൾ, മറ്റൊന്ന് മൈനർ ക്രാക്കുകൾ. ടെക്നിക്കലി അതിനെ നോൺ സ്ട്രക്ചറൽ ക്രാക്കുകൾ എന്നും സ്ട്രക്ചറൽ ക്രാക്കുകൾ എന്നും പറയും. ഇതിൽ നോൺ സ്ട്രക്ചറൽ ക്രാക്കുകൾ, അതായത് മൈനർ ക്രാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൈനർ ക്രാക്കുകൾ പ്രധാനമായും ഉണ്ടാകാനുള്ള കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ, നമ്മൾ ഭിത്തി കെട്ടുന്ന സമയത്ത് ഭിത്തിയും അത് വരുന്ന കോളവും ലിൻഡലും ബീമും ഒക്കെ വരുന്ന ജോയിന്റുകളിൽ ക്രാക്കുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ ചൂടടിക്കുമ്പോഴത്തേക്ക് വികസിക്കുകയും നമ്മുടെ ബ്രിക്കുകൾ അതിനത്രയും വികസിക്കാതെ വരികയും ചെയ്യാൻ നേരത്ത് ഇത് തമ്മിലുള്ള ഗ്യാപ്പില് ക്രാക്സ് വരും. അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റും ബ്രിക്ക് വർക്കും വരുന്ന ജോയിന്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ചിക്കൻ മെഷോ അല്ലെങ്കിൽ ഫൈബർ മെഷോ വെച്ചിട്ട് ആ ജോയിന്റ് പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്തതിനു ശേഷം മാത്രം പ്ലാസ്റ്ററിങ് ചെയ്താൽ ഈ ജോയിന്റുകൾ വരുന്ന ക്രാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇത്തരം ക്രാക്കുകൾ കാണാം. നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ചെയ്യാൻ നേരത്ത് ആ ഗ്രൂവ് നല്ല രീതിയിൽ പൈപ്പുകൾ ക്ലാമ്പ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിനു ശേഷം മോട്ടാർ ഫില്ല് ചെയ്ത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് തന്നെ ചിക്കൻ മെഷോ അല്ലെങ്കിൽ ഫൈബർ മെഷോ വെച്ച് അത് സീൽ ചെയ്യേണ്ടതാണ്. അടുത്തത് നമ്മുടെ ജനലുകളുടെ താഴ്ഭാഗം, അതായത് സിൽ ലെവലിൽ നമ്മൾ ഇത്തരം ചെറിയ ക്രാക്കുകൾ കാണാറുണ്ട്. അപ്പം സിൽ ലെവലിലെ ക്രാക്കുകൾ പരിഹരിക്കാനായിട്ട് നമ്മൾ സിൽ ലെവലിൽ ചെറിയ ഒരു 2 ഇഞ്ചിന്റെ ഒരു ബെൽറ്റ് കൊടുത്ത് 1-2 കമ്പിയിട്ട് ചെറിയൊരു ബെൽറ്റ് കോൺക്രീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ക്രാക്കുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്ലാസ്റ്ററിങ്ങിലെ ക്രാക്കുകളെ കുറിച്ചാണ്. അത് ശ്രിങ്കേജ് മൂലമാണ് കൂടുതലും ഇത്തരം ക്രാക്കുകൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്ക് ഇട്ട് കട്ട കെട്ടി അതിനുശേഷം നമ്മൾ പീസാനിട്ട് തേക്കാൻ നേരത്ത് നമ്മൾ എത്ര ക്യൂറിങ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ക്രാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം പെട്ടെന്ന് തന്നെ ക്യൂറിങ് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ശ്രിങ്കേജ് ഉണ്ടാവുകയും അവിടെ ക്രാക്കുകൾ വരികയും ചെയ്യും. അപ്പം പീസാനിട്ട് തേക്കുന്ന സ്ഥലങ്ങളിൽ ആണ് ഈ ക്രാക്കുകൾ കൂടുതലായിട്ടും വരുന്നത്. അപ്പം നമുക്ക് നല്ല ചരലോ അല്ലെങ്കിൽ മണ്ണോ കിട്ടുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിന് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മിനിമം ഒരു 5 ചട്ടിയാണ് നമ്മൾ പീസാൻഡ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഒരു 3 ചട്ടി പീസാൻഡും 2 ചട്ടി മണ്ണ് ആക്കുക. അതോടൊപ്പം തന്നെ സൂപ്പർ പ്ലാസ്റ്റ് പോലെ പീസാൻഡിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സിമെന്റുകൾ ഇന്നും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത്തരം സിമെന്റുകൾ ഉപയോഗിക്കുകയും നല്ല രീതിയിൽ ക്യൂറിങ് കൊടുക്കുകയും ചെയ്യുന്നത് മൂലം നമുക്ക് ഇത്തരം ക്രാക്കുകളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ഇനി ഏറ്റവും അവസാനം നമ്മുടെ കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ക്രാക്കുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ക്രാക്കുകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾക്ക് DM ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.